ആന്ധ്ര, ഒറീസ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കാലികൾ എത്തുന്നത്. ദിവസങ്ങൾ നീണ്ട യാത്രയിൽ ഇവ നേരിടുന്നത് കൊടിയ പീഡനങ്ങൾ. കാലികൾക്ക് സ്വതന്ത്രവും അപകടരഹിതമായും നിൽക്കാനുള്ള സ്ഥലം വാഹനത്തിൽ ഒരുക്കണമെന്നാണ് ചട്ടമെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെ. കൈകാലുകൾ കെട്ടി ഒരു കൂട്ടം കാലികളെ വാഹനത്തിൽ തള്ളിയ ശേഷം പരമാവധി എണ്ണത്തെ വണ്ടിയിൽ ഇടിച്ചു കയറ്റും. ഉറങ്ങി വീഴാതിരിക്കാൻ കണ്ണിൽ മുളകു പ്രയോഗവും. കുടിവെള്ളമോ ആഹാരമോ പോയിട്ട് ശ്വാസം ലഭിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് കാലികളെ വണ്ടിയിൽ കുത്തിനിറയ്ക്കുന്നത്. ചട്ടപ്രകാരം ലോറിയിൽ കയറ്റാവുന്ന മാടുകളുടെ എണ്ണം 16 ചെറുവണ്ടികളിൽ 8. പശുവും കിടാവുമാണെങ്കിൽ ലോറിയിൽ 8, ചെറുവണ്ടിയിൽ 4 മാത്രമാണ് അനുവദനീയം. വ്യാജ ആരോഗ്യ പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ രോഗമുള്ള കാലികളടക്കമാണ് അതിർത്തി കടന്നെത്തുന്നത്. മൃഗങ്ങളെ പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം സംസ്ഥാനത്തെ 18 ചെക്ക് പോസ്റ്റുകളിലുമുണ്ട്. എന്നാൽ പരിശോധന നടക്കുന്നില്ല എന്ന് മാത്രമല്ല, കൈക്കൂലിപ്പണത്തിന്റെ സ്വാധീനത്തിൽ മൃഗപീഡനങ്ങൾക്കുമേലും ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുകയാണ്. ക്യാമറാമാൻമാരായ വിജേഷ് പുതുവാശ്ശേരിക്കും മനോജ് പുതുപ്പാടിക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.